കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ഏതാണ് ലഭിച്ചത്? നമ്പർ 3. 2. നമ്പർ 1. ഓക്കെ, അപ്പം നിങ്ങൾ മത്സരത്തിന് റെഡി ആയിട്ടുണ്ട് അല്ലേ? സ്റ്റേജിലേക്ക് പോവാം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വചനം സ്ഥിരീകരിച്ച ഈശോയെ പിൻചെന്നുകൊണ്ട് പെനുവേൽ അതിന്റെ ഒരു പുതിയ അധ്യായം കൂടി നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നു. മത്സരവേദി കൂടുതൽ വീര്യമുള്ളതാക്കാൻ ഇന്ന് നമ്മോട് കൂടെയുള്ള ടീമുകൾ ടീം കല്ലേപ്പുള്ളി, ടീം കൈറാടി ആൻഡ് ടീം അഗളി നമുക്ക് സ്വാഗതം ചെയ്യാം. ചോദ്യശേഖരങ്ങളുമായി നമ്മുടെ ക്വിസ് മാസ്റ്റർ റെഡിയാണ്. ഇൻവൈറ്റ് ചെയ്യാം റെവറൻഡ് ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത മത്സരിക്കുന്ന 3 ടീമുകളിൽ നിന്ന് ഒരു ടീം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കൂ എന്നുള്ളതാണ്. സാധാരണ 2 ടീമുകൾ പ്രവേശിച്ചിരുന്നെങ്കിൽ ഇനി ഒരു ടീം മാത്രമാണ് തുടർന്ന് നമ്മോടൊപ്പം ഉണ്ടാവുക. ടീം കല്ലേപ്പള്ളി, കൈറാടി, അഗളി, ഈ 3 ടീമുകളിൽ നിന്ന് ഏത് ടീമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. മത്സരം ആരംഭിക്കുമ്പോൾ ആദ്യമേ ചില പൊതുനിർദ്ദേശങ്ങൾ. നമുക്ക് പരിചയമുള്ളതുപോലെ 5 റൗണ്ടുകളിലായിട്ടാണ് ഈ മത്സരം പൂർത്തിയാവുക. അതിൽ നേരിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ബസർ സ്വഭാവമുള്ളതുണ്ട്, ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ ഉത്തരം നൽകുന്ന റൗണ്ടുകളുണ്ട്. സാധാരണഗതിയിൽ 30 സെക്കൻഡാണ് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള സമയം. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ ലഭിക്കാനിരിക്കുന്നതും സാധാരണഗതിയിൽ 30 പോയിൻ്റാണ്. പാസ് ചെയ്യപ്പെടുമ്പോൾ അത് 20 പോയിൻ്റായി ചുരുങ്ങും. ഓരോ റൗണ്ടിൻ്റെയും പ്രത്യേക നിയമങ്ങൾ അതാത് സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. നമുക്ക് പോകാം ആദ്യത്തെ റൗണ്ടിലേക്ക്. പരമാവധി പോയിന്റുകൾ ശേഖരിച്ച് വെക്കാനുള്ള സമയമാണിത്. ചോദ്യം ഒരു ടീമിന് നേരിട്ട് ലഭിക്കും. അവരുത്തരം ആലോചിച്ചു കൊണ്ടിരിക്കെ മറ്റ് 2 ടീമുകൾക്കും തങ്ങളുടെ ഉത്തരം എഴുതാനുള്ള സമയമാണ്. സമയം പൂർത്തിയാകുമ്പോൾ ചോദ്യം ലഭിച്ച ടീമിനോട് ഉത്തരം പറയാൻ ആവശ്യപ്പെടും. അവരുടെ ഉത്തരം ശരിയെങ്കിൽ അവർക്ക് 30 പോയിന്റ് ലഭിക്കും. അതോടൊപ്പം തന്നെ ഉത്തരം ശരിയായി എഴുതിയ ടീമുകൾക്ക്, മറ്റ് 2 ടീമുകളിൽ ഉത്തരം ശരിയായി എഴുതിയ ടീമുകൾക്ക് 20 പോയിന്റ് കൂടി ലഭിക്കും. അങ്ങനെ ഈ റൗണ്ടിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം നേടാനുള്ള സാധ്യതയാണ് നിങ്ങളുടെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ടീം കല്ലേപ്പള്ളിക്കുള്ളതാണ്. ടീം കല്ലേപ്പള്ളി, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഈശോ പറയുകയാണ്, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ട് എന്ത് അനുവദനീയമാണ് എന്നാണ് ഈശോ പറയുന്നത്? എഴുതി കഴിഞ്ഞു. ഞാൻ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. കല്ലേപ്പള്ളി, എന്താണ് നിങ്ങളുടെ ഉത്തരം? സാപത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ്. സാപത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഈശോ പറയുകയാണ്, സാപത്താണ്, പക്ഷേ അതിൽ നന്മ ചെയ്യുന്നതിന് തടസ്സമില്ല എന്നാണ് ഈശോ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥം ഇതാണ്: നിയമം
നിയമം ബലപ്പെട്ടത് തന്നെ, പക്ഷെ നിയമത്തിൻ്റെ ഉള്ളിലുള്ള സത്ത എന്താണ്? ദൈവത്തിൻ്റെ മഹത്വമാണ് എല്ലാ നിയമങ്ങളുടെയും, പഴയ നിയമത്തിൽ ദൈവം നൽകിയ എല്ലാ നിയമങ്ങളുടെയും, പ്രത്യേകിച്ച് സാബത്ത് നിയമത്തിൻ്റെ ഒക്കെ ഉള്ളിൽ കിടക്കുന്നത്. അതൊരിക്കലും നന്മയെ തടയുന്നില്ല എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ടീം കല്ലേപ്പള്ളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അതിനു മുമ്പ് നമുക്ക് ഇവരുടെ ഉത്തരങ്ങളോട് നോക്കാം. ഹെറാഡി, സാപത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ്. അനുവദനീയമാണ്. അഗളി, സാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അനുവദനീയമാണ്. ടീം കല്ലേപ്പള്ളിക്ക് 30 പോയിന്റ് ലഭിക്കുന്നതോടൊപ്പം ഹെറാഡിക്കും അഗളിക്കും 20 പോയിന്റ് വീതം ലഭിക്കുകയാണ്. 3 ടീമുകൾക്കും അഭിനന്ദനങ്ങൾ. ടീം കൈറാഡി, നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ ചോദ്യമാണിത്. ഈശോ തൻ്റെ ശിഷ്യരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരങ്ങളും. എന്തു ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്നാണ് ഈശോ തുടർന്ന് പറഞ്ഞത്. എന്ത് ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ടീം കൈറാഡി, ഉത്തരം പറയാം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. നിങ്ങളെന്താണ് എഴുതിയിരിക്കുന്നത് അഗളി? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും. കല്ലേപ്പള്ളി, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ സഹോദരനും. 3 പേരും ഒരേ ഉത്തരമാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈശോ പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാരും എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാണ്. ആലോചിക്കണം, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതമാണ് താൻ നിറവേറ്റുന്നത് എന്നാണ് ഈശോ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ ചെയ്യുന്നവരാരും ഈശോയ്ക്ക് സഹോദരങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ടീം കൈറാഡി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഗളിക്കും കല്ലേപ്പള്ളിക്കും 20 പോയിന്റ് വീതം. അഭിനന്ദനങ്ങൾ. അഗളി അട്ടപ്പാടിക്കാരാണ്. കഴിഞ്ഞ മത്സരമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. നിങ്ങൾ 1ാം സ്ഥാനത്താണോ? അല്ല, ആയിരുന്നു. 2ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്തായിരുന്നു. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ചോദ്യം. വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ട്, അല്ലേ? ഒരു ശരീരത്തിൽ അനേകം അവയവമുണ്ട്. കൈയുണ്ട്, കാലുണ്ട്, അങ്ങനെ അനേകം അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല ഉള്ളത്. കണ്ണിന് കാണുക എന്നുള്ളതാണ്, കാതിന് കേൾക്കുക എന്നുള്ളതാണ്. അതുപോലെ നാം പലരാണെങ്കിലും യഥാർത്ഥത്തിൽ നാം എന്താണ് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. എഴുതി ഉത്തരം പറയൂ അഗളി. ക്രിസ്തുവിൽ ഏക ശരീരമാണ്. ക്രിസ്തുവിൽ ഏക ശരീരമാണ്. കല്ലേപ്പള്ളി, ക്രിസ്തുവിൽ ഏക ശരീരമാണ്. കേറാടി, ക്രിസ്തുവിൽ ഏക ശരീരമാണ്, പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. ഉത്തരം ശരിയാണ്. ടീം അഗളി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റ്. കല്ലേപ്പള്ളിക്ക് 20, കൈറാടിക്ക് 20. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യങ്ങളോടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഓരോ ടീമും എന്തുമാത്രം പോയിന്റുകൾ തങ്ങളുടെ സ്റ്റോർ ഹൗസിൽ ശേഖരിച്ചു എന്ന് പരിശോധിക്കാം. റോസലിൻ, ഹിമ. ആദ്യ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ എല്ലാ ടീമുകളും നേടിയിരിക്കുന്നു 70 പോയിന്റ്സ്. ബെസ്റ്റ് റൗണ്ടിന്റെ പ്രത്യേകത, ഒരു ടീമിന് തന്നെ വേണമെങ്കിൽ മുഴുവൻ പോയിന്റുകളും കരസ്ഥമാക്കാനുള്ള സാധ്യതയുണ്ട്. ക്വിസ് മാസ്റ്റർക്ക് ചോദ്യം തരുന്ന കാര്യത്തിൽ ഒരു റോളുമില്ല. ഉത്തരം പറയാൻ ആരെ അനുവദിക്കണമെന്ന കാര്യത്തിൽ ക്വിസ് മാസ്റ്റർക്ക് ഒരു റോളുമില്ല. അത് നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. നിങ്ങളുടെ ആരാദ്യം ബസ്സമർത്തുന്നോ അയാൾക്ക് ലഭിക്കും ഉത്തരം പറയാനുള്ള ആദ്യത്തെ അവസരം. ഉത്തരം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തണം. ധൈര്യപൂർവ്വം ബസർ ചെയ്യണം. എന്നിട്ട് ഉത്തരം പറയാം. തെറ്റിപ്പോയാൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കുകയും ചെയ്യും. ഒന്നാമത്തെ ചോദ്യം. വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, എനിക്കൊരു വെളിപാടുണ്ടായി. ആ വെളിപാടനുസരിച്ച് ഞാനും തീത്തോസും ജെറുസലേമിലേക്ക് പോയി. അവിടുത്തെ പ്രധാനികളുടെ മുൻപിൽ ഞങ്ങൾ വിജാതീയരോട് ടീം കയറാടി. ഈ ചോദ്യത്തിൻ്റെ അവസാനം എന്താണെന്ന് വിചാരിച്ചാണ് ബസർ ചെയ്തത്. വല്ല ധാരണയുണ്ടോ? വിറച്ചിട്ട് അറിയാതെ ഞെക്കിപ്പോയതാണോ? അല്ല. അല്ല. എങ്കിൽ ഉത്തരം പറ.
ഞാൻ ഓടിയതും ഓടുന്നതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. വിജാതിരുടെ ഇടയിൽ ഞാൻ വിജാതിരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ഞാൻ സ്വകാര്യമായി അവതരിപ്പിച്ചു. ഇത് ഞാൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ആ അധ്യായം മുഴുവൻ പറയൂ. ചോദ്യം എന്താണെന്ന് കേൾക്കട്ടെ. ചോദ്യം ഇതാണ്. വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഒരു വെളിപാട് എനിക്കുണ്ടായി. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ ജെറുസലേമിലേക്ക് പോയത്. അവിടെ ഉണ്ടായിരുന്ന പ്രധാനികളുടെ മുൻപിൽ ഞാൻ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, വിജാതിയരോട് പ്രഘോഷിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. ഈ പ്രധാനികൾ ആരൊക്കെയാണ് എന്നതാണ് ചോദ്യം. അതുകൊണ്ട് പാസ് ചെയ്യപ്പെടേണ്ടി വരും. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ടീം അഗളി ഉത്തരം പറയാം. ഉത്തരം തെറ്റാണ് അഗളി. ഉത്തരം തെറ്റാണ്. ഫരിസേയരുടെ അടുത്തേ അല്ല പൗലോസ് ശ്ലീഹ പോയത്. കല്ലേപ്പള്ളി ഉത്തരം പറയാം. കേപ്പ, യാക്കോബ്, യോഹന്നാൻ. കേപ്പ, യാക്കോബ്, യോഹന്നാൻ. ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത്? സഭയുടെ സ്തംഭങ്ങൾ എന്ന് പറഞ്ഞു അവിടെ ഇതിലുണ്ടായിരുന്നു. ടീം കല്ലേപ്പള്ളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അതേ അധ്യായത്തിൽ തന്നെ 9-ാമത്തെ തിരുവചനത്തിൽ ഇതിനെക്കുറിച്ചൊരു പരാമർശമുണ്ട്. പ്രധാനികളായ നേതൃസ്തംഭങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും തങ്ങളുടെ കൂട്ടായ്മയുടെ വലതുകരം നീട്ടിത്തന്നതിനെ കുറിച്ചൊരു പരാമർശം തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. ടീം കല്ലേപ്പള്ളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കൈറാണ്ടിക്ക് അഭിനന്ദനമല്ല, നന്ദിയാണുള്ളത്. കാരണം എനിക്ക് ഒരു 10 പോയിന്റ് തരാൻ പോവുകയാണ്. തരൂ. നല്ല സങ്കടമുണ്ടല്ലേ? ചിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായി നല്ല സങ്കടമുണ്ട്. കാരണം ഇങ്ങനത്തെ സമയത്തൊക്കെ 10 പോയിന്റ് പോയി കഴിഞ്ഞാൽ ആർക്കാണ് സങ്കടം വരാത്തത്? അടുത്ത ചോദ്യം. എന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. ആര്? കല്ലേപ്പള്ളിയാണല്ലേ? കല്ലേപ്പള്ളി ആരാണെന്ന് അറിയാമല്ലോ അല്ലേ? കൃത്യമായിട്ട് അറിയാം. ആലോചിച്ച് ഉറപ്പ് വരുത്തി. എങ്കിലും ഉത്തരം പറയൂ. നിന്റെ മേലധികാരി. നിന്റെ മേലധികാരി അങ്ങനെ തന്നെയാണോ? ഇത്തരത്തിന് കുഴപ്പമൊന്നുമില്ല. അധികാരികളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അധികാരത്തിന് വിധേയപ്പെടുന്നവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന് തന്നെയാണ് വിധേയപ്പെടുന്നത്. അതുകൊണ്ട് നിനക്ക് മേലധികാരികളായിട്ടുള്ളവരിലൂടെയൊക്കെ വെളിവാകുന്ന ദൈവഹിതം നീ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. ടീം കല്ലേപ്പള്ളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ 3-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. വിശുദ്ധ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഈശോ 12 അപ്പസ്തോലന്മാരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ കയറാടി. എൻ്റെ വലിയ ചോദ്യം പകുതിയാകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ തടസ്സപ്പെടും. ശരി, ഉത്തരം പറ. പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിലിരുന്ന് 12 സിംഹാസനങ്ങളെ ഇസ്രായേലിൻ്റെ 12 സിംഹാസനങ്ങളിലിരുന്ന് 12 ഗോത്രങ്ങളെ വിധിക്കും. സിംഹാസനങ്ങളിലിരുന്ന് 12 ഗോത്രങ്ങളെ വിധിക്കും. അതാണ് ചോദ്യം. ഞാൻ പൂർത്തിയാക്കി. കുഴപ്പമില്ല, ഞാൻ കേട്ടു, എനിക്ക് മനസ്സിലായി. ചോദ്യം ഇതാണ്. വിശുദ്ധ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഈശോ 12 അപ്പസ്തോലന്മാരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അപ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഈശോ പറഞ്ഞത്? നിങ്ങളുടെ ഉത്തരം ശരിയാണോ? ശരിയാണ്. ആശങ്കയുണ്ടോ? ആശങ്കയൊന്നും വേണ്ട. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 12 സിംഹാസനങ്ങളിലിരുന്ന് 12 ഗോത്രങ്ങളെ വിധിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. സത്യത്തിൽ ഈ വിധി നടത്തേണ്ടത് ആരാണ്? ദൈവമാണല്ലേ? ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സ്ഥാനത്തിരുന്ന് ഈ 12 അപ്പസ്തോലന്മാർ വിധി പറയുമെന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഈശോ തനിക്കുള്ള നിത്യപൗരോഹിത്യമാണ് അപ്പസ്തോലന്മാർക്ക് കൈമാറിയത്. തനിക്കുള്ള എല്ലാ അധികാരവും ഈശോ തൻ്റെ അപ്പസ്തോലന്മാർക്ക് കൈമാറി. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്? യുഗാന്ത്യത്തോളം ഈശോ ചെയ്ത അതേ ശുശ്രൂഷ പരികർമ്മം ചെയ്യപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈശോ അവരെ തന്നോട് തുല്യരാക്കി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, താൻ ചെയ്യേണ്ട ആ ദൗത്യം ഈ 12 അപ്പസ്തോലന്മാർ ചെയ്യും. അവരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. അത്രയും വലിയൊരു സ്ഥാനമാണ് ഈശോ അവർക്ക് കൊടുത്തത്. ടീം കൈറാടി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്.
നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ മത്സരത്തിൻ്റെ 4ാമത്തെ ചോദ്യം ഇതാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിവാഹമോചനം എന്നൊന്നില്ല. അങ്ങനെ ഒരു കാര്യം പരിശുദ്ധ കത്തോലിക്ക സഭയിലില്ല. സാധുവായി നടന്ന ഒരു വിവാഹം ഒരിക്കലും മോചിക്കപ്പെടുന്നില്ല. അതിൻ്റെ കാരണം കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. ഏതാണ് ആ കൽപ്പന? കയറാടി 1 പോയിന്റ് കിട്ടിയ ഒരു ഉത്തരം ശരിയായി 30 പോയിന്റ് കിട്ടിയതിൻ്റെ ആവേശത്തിൽ അങ്ങ് പ്രസ് ചെയ്തതാണോ? അല്ല, ഉത്തരം. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ളതാണ് ആ കൽപ്പന. അഭിനന്ദനങ്ങൾ ടീം കയറാടി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ഈ ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്കറിയാം, ആദ്യത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോഴത്തെ അവസ്ഥയല്ല ഇപ്പോൾ. കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ. ആകാംക്ഷാഭരിതമായ ബസ് റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ടീം കല്ലേപ്പുള്ളി നേടിയിരിക്കുന്നു 120 പോയിന്റ്സ്. ടീം കയറാടി നേടിയിരിക്കുന്നു 120 പോയിന്റ്സ്. ടീം അഗളി നേടിയിരിക്കുന്നു 70 പോയിന്റ്സ്. ഈ റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചിത്രം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന 30 പോയിന്റാണ്. ഉത്തരം തെറ്റാണെങ്കിൽ അത് പാസ് ചെയ്യും. ചോദ്യം ആരംഭിക്കുന്നത് ടീം കൈറാടിയിൽ നിന്നാണ്. തയ്യാറാണ്. നമുക്കെന്നാൽ വിഷ്വൽ എന്താണെന്ന് നോക്കാം. നിങ്ങൾ കിട്ടാനിരിക്കുന്ന ഏത് ചിത്രമാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ചിത്രം ഒരു നേഴ്സാകണമെന്ന ആഗ്രഹത്തിൽ വിയന്നയിലെ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ക്രിസ്ത്യൻ ചാരിറ്റി എന്ന സന്യാസ സമൂഹം നടത്തുന്ന ഹോസ്പിറ്റലിൽ ജോലിക്ക് ചേർന്നു. പിന്നീട് ആ സന്യാസ സമൂഹത്തിൽ തന്നെ സമർപ്പിതയായി ചേരുകയും ചെയ്ത സന്യാസിനിയാണ് ഇത്. നാസികൾ ഓസ്ട്രിയ കയ്യേറുകയും ഹോസ്പിറ്റൽ അടച്ചുപൂട്ടിക്കുകയും അവിടെ മുറികളിലുള്ള ക്രൂശിത രൂപങ്ങൾ എടുത്തു മാറ്റാൻ നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ അതിനെ എതിർത്തു. അങ്ങനെ നാസികളുടെ നോട്ടപ്പള്ളിയായി തീർന്ന സിസ്റ്ററിനെ 1942 വിഭൂതി തിരുനാൾ ദിവസം ഹിറ്റ്ലറിൻ്റെ ഗസ്റ്റപ്പോ പോലീസ് തടവിലാക്കി. അവിടെ കിട്ടിയിരുന്ന നാമമാത്രമായ റേഷൻ സ്വീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിനിടയിലും അവർ അതിൻ്റെ ഒരു വിഹിതം ഒരു ഗർഭിണിക്കും കുഞ്ഞിനും നൽകിക്കൊണ്ട് അവരെ രക്ഷിച്ചു. 1942 ഒക്ടോബർ 28 നാസി ട്രൈബ്യൂണൽ സിസ്റ്ററിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. നിരവധി ആളുകൾ സിസ്റ്ററിൻ്റെ ശിക്ഷ ഇളവ് ചെയ്യാൻ ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അവർ വഴങ്ങിയില്ല. ഒടുവിൽ ഒരു ഉപാധി അവർ സിസ്റ്റർക്ക് മുൻപിൽ വെച്ചു. സന്യാസ ജീവിതം ഉപേക്ഷിക്കണം. അതിന് തയ്യാറാകാതെ സിസ്റ്റർ ഞാൻ യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ചു. 1998 ജൂൺ 21 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ ഈ സന്യാസിനി ആരാണ്? സിസ്റ്റർ മരിയ റെസ്റ്റിറ്റ്യൂത്ത കാഫ്ക. ഉത്തരം ശരിയാണ്. സിസ്റ്റർ മരിയ റെസ്റ്റിറ്റ്യൂത്ത കാഫ്ക. അതാണ് ഈ സിസ്റ്ററുടെ പേര്. അഭിനന്ദനങ്ങൾ ടീം കൈറാടി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ടീം അഗളി, നിങ്ങൾക്കുള്ളതാണ് ചോദ്യം. റെഡിയാണോ? റെഡിയാണ്. എങ്കിൽ നമുക്ക് വിഷ്വലിലേക്ക് പോകാം അല്ലേ? വിഷ്വൽ. അമേരിക്കയിലെ പെൻസിൽവാനിയ സ്റ്റേറ്റിലെ പീറ്റ്സ്ബർഗിൽ 1902 പണി കഴിപ്പിച്ച മനോഹരമായ കത്തോലിക്ക ദേവാലയം ആയിരുന്നു ഒരു കാലത്ത്. പെൻസിൽവാനിയയുടെ ചരിത്രത്തിലെ ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഈ ദേവാലയം. ഈ പുണ്യ ദേവാലയം ആരുടെ നാമധേയത്തിൽ പണി കഴിച്ചതായിരുന്നു? ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപകയോഹന്നാന്റെ പള്ളി. ഉത്തരം ശരിയാണ്. സ്നാപക യോഹന്നാന്റെ നാമത്തിൽ. ടീം അഗളി 30 പോയിന്റുകൾ. ടീം കല്ലേപ്പള്ളി, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചിത്രം ശരിക്കും ശ്രദ്ധിക്കുക, എന്നിട്ട് എന്താണെന്ന് തിരിച്ചറിയുക. എന്താണ് ഈ ചിത്രം? ചിത്രം എന്താണെന്ന് വല്ല പിടിയും കിട്ടിയോ? ഹെൽപ്പ് ഡെസ്ക് വേണം, കൊടുക്കാം. എന്താണ് നിങ്ങൾക്ക് ആ ഉത്തരം പറയാൻ തോന്നുന്നുണ്ട് എങ്കിൽ പറയൂ. പൗലോസ് കേപ്പായെ ശകാരിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ശകാരിക്കുന്നു. ഉത്തരം തെറ്റാണ് എന്ന് ഞാൻ പറയും. പാസ് ചെയ്യപ്പെടുകയാണ് ടീം കൈറാടി.
പൗലോസ് സമയം കടന്നു പോയിരിക്കുകയാണ്. ടീം അഗളി, യഹൂദ ആചാരവാദികൾ പൗലോസിനെ കുറ്റം. ഉത്തരം തെറ്റാണ്. ടീം അഗളി. ടീം കല്ലേപ്പള്ളി, നിങ്ങളുടെ ഉത്തരം ശരിയായി വന്നതായിരുന്നു. ഒരാശയത്തെ എതിർക്കുന്നതും പത്രോസിനെ ശകാരിക്കുന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. വിധേയത്വത്തോടുകൂടെ പത്രോസിന്റെ മുൻപിൽ മുട്ടുകുത്തി ഞാൻ വിജാതീയരോട് പ്രഘോഷിക്കുന്ന സുവിശേഷം എന്താണെന്ന് അറിയിച്ചയാളാണ് പൗലോസ്. ഒരിക്കലും പൗലോസ് പത്രോസിനെ ശകാരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉത്തരം തെറ്റായിപ്പോയത്. അല്പമൊന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു. കോണ്ടെക്സ്റ്റ് കൃത്യമായി കാണിച്ചു തന്നിരുന്നു. നിങ്ങളുടെ ആലോചനയുടെ കുറവാണ് നിങ്ങൾക്ക് പോയിന്റ് നഷ്ടപ്പെടുത്തിയത്. സാരമില്ല. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. ചിത്രങ്ങൾ തിരിച്ചറിയുന്നതിൽ നിങ്ങൾ വിദഗ്ധരാണ് എന്ന് എനിക്കറിയാം. അതിനു മാത്രം നിങ്ങൾ ചിത്രങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ ചോദ്യം ടീം അഗളിക്കുള്ളതാണ്. ടീം അഗളി റെഡിയാണ്? ചോദ്യം ഏതാണെന്ന് നോക്കാം അല്ലേ? വിഷ്വൽ. എന്താണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഈശോ പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ആ കാര്യം? പറയാം അല്ലേ? അറിയാം. അതങ്ങനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ശരി, പറയും. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം. അതിൻ്റെ അപ്പുറത്ത് എന്താണ്? ഒരു കുറച്ച് കല്ലും അങ്ങനെയൊക്കെ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗം കണ്ടത് എന്താ? നമ്മൾ പലപ്പോഴും ഈ വചനഭാഗം കേൾക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂചിയുടെ നൂല് കോർക്കുന്നതിനകത്തോടെ ഒട്ടകത്തിന് കിടക്കാൻ പറ്റുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. സത്യത്തിൽ സൂചിക്കുഴ എന്നത് ജെറുസലേം ദേവാലയത്തിൻ്റെ ഒരു ചെറിയ കവാടത്തിൻ്റെ പേരാണ്. ആളുകൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന വലിയ കവാടങ്ങളുണ്ട്, കിളിവാതിൽ പോലത്തെ കൊച്ചൊരു കവാടമുണ്ട്. അതാണ് ആ ചിത്രത്തിൽ കാണുന്നത്. അതിലൂടെ ഒരാൾക്ക് പോലും ഞെങ്ങിത്തിരിയും കിടക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഒരു ഒട്ടകത്തിൻ്റെ കാര്യം പറയാനുമില്ല. ഈശോ പറയുന്നത് ആ കുഞ്ഞ് കവാടത്തിലൂടെ ഒട്ടകത്തിന് കിടക്കാൻ പറ്റാത്തതുപോലെ എന്നാണ്. അല്ലാതെ നമ്മൾ തുന്നാൻ ഉപയോഗിക്കുന്ന സൂചിയുടെ കുഴയിലൂടെ എന്നൊരർത്ഥം സത്യത്തിൽ അതിനില്ല. അതാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ആ ചെറിയ കിളിവാതിൽ പോലത്തെ കവാടം. അതിലൂടെ ഒട്ടകത്തിന് കിടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പുറത്ത് അതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ചിത്രം കൂടിയുണ്ട്. ഒട്ടകമാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ തലയൊന്ന് മാറ്റി വെച്ചതായിരുന്നു. എന്നിട്ടും നിങ്ങളത് മനസ്സിലാക്കി. അഗളിക്കാർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം ടീം കൈറാടിക്കുള്ളതാണ്. ടീം കൈറാടി, ചിത്രത്തിലേക്ക് പോകാം. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ചിത്രം സൂക്ഷിച്ച് നോക്കുക. അതിലെന്താണുള്ളത് എന്നതിൻ്റെ അടയാളങ്ങളെല്ലാം അതിൽ തന്നെയുണ്ട്. കാനാൻകാരി സ്ത്രീ തന്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് യേശുവിനോട് അഭ്യർത്ഥിക്കുന്നു. അത് കാനാൻകാരി സ്ത്രീയാണെന്ന് എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായാലും നിങ്ങളുടെ ഉത്തരം ശരിയാണത്. കാനാൻകാരി സ്ത്രീ തൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് ഈശോയുടെ അടുത്ത് അപേക്ഷിക്കുന്ന രംഗമാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. ടീം കൈറാടിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കല്ലേപ്പള്ളി, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചിത്രം കാണാം. വടക്കൻകുളം ഹോളി ഫാമിലി ദേവാലയ സെമിത്തേരിയിലുള്ള ഒരു കബറിടമാണ് ചിത്രത്തിൽ കാണുന്നത്. ആരെയാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്? ദൈവസഹായത്തിന്റെ ഭാര്യ ജ്ഞാനപ്പൂവിന്റെ. ഉത്തരം ശരിയാണ്. വിശുദ്ധ ദൈവസഹായത്തിന്റെ ഭാര്യ ജ്ഞാനപ്പൂവിന്റെ കല്ലറയാണത്. ഉത്തരം ശരിയാണ്. ടീം കല്ലേപ്പള്ളി, അഭിനന്ദനങ്ങൾ. 30 പോയിന്റുകൾ. ഈ ചോദ്യങ്ങളോടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം എന്താണ് പോയിന്റ് നില. 3 റൗണ്ടുകൾ ഇവിടെ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡ് ഇങ്ങനെയാണ്. ടീം കല്ലേപ്പുള്ളി 150 പോയിന്റ്സ്, ടീം കൈറാടി 180 പോയിന്റ്സ്, ടീം അഗളി 130 പോയിന്റ്സ്. നിധി വിശുദ്ധ ഗ്രന്ഥമാണ്. അതിലെ ഓരോ വചനവും നിധിയാണ്. അത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൂടി കണ്ടെത്താൻ കഴിയുന്നത് നിങ്ങളുടെ പഠനത്തിൻ്റെ മികവിനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ടീം അഗളിക്കുള്ളതാണ്. അഗളി, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കും. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്.
ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. കിട്ടി? വായിക്കാൻ പോവുകയാണ്. വായിച്ചോളൂ. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. നിങ്ങളുടെ ഉത്തരം ശരിയാണെന്ന് മാത്രമല്ല, നിങ്ങൾ 20 സെക്കൻഡിന് മുൻപേ ഉത്തരം പറഞ്ഞതുകൊണ്ട് 10 പോയിന്റ് സമ്മാനവും കൂടി കൂട്ടിച്ചേർത്ത് 40 പോയിന്റാണ് അഗളിക്ക് ലഭിക്കുന്നത്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കല്ലേപ്പള്ളിക്കുള്ളതാണ്. നിങ്ങൾ കണ്ടെത്തേണ്ട വചനഭാഗം ഇതാണ്: മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. സെക്കൻഡ് കൂടി. 3, 2, 1. സമയം കഴിഞ്ഞിരിക്കുകയാണല്ലോ ടീം കല്ലേപ്പള്ളി. എവിടെയാണ് ആ വചനം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:25, 6 ഒന്ന് വായിക്കാവോ? ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? അതെവിടെയാണെന്ന് തിരിച്ചറിയാൻ പറ്റിയായിരുന്നു. എന്നിട്ടെന്താണ് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത്? ടെൻഷനൊക്കെ ഉണ്ട്. ഇത്ര എളുപ്പമുള്ള ഒരു കാര്യത്തിന് എന്തിനാണ് ഈ ടെൻഷൻ എന്ന് ക്വിസ് മാസ്റ്ററൊക്കെ ഇവിടെ നിന്ന് ചോദിക്കാം അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടീം കൈറാടിക്കുള്ളതാണ് ഈ ചോദ്യം. ടീം കൈറാടി, നിങ്ങൾക്ക് ഈ ടെൻഷൻ ഉണ്ടോ? നല്ല പേടിയുണ്ടല്ലേ? പേടിയുണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാനൊക്കെ അറിയാം. പേടിച്ചിട്ട് ചിരിക്കുക എന്നൊക്കെ ഞാനിങ്ങനെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. സാധാരണ ആളുകൾ പേടിച്ച് കരയുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് പേടിച്ച് ചിരിക്കുക എന്നൊക്കെ പറയുന്നത്. ശരി, നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരികുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. അതാണ് ഉത്തരം. ടീം കൈറാടി, നിങ്ങൾ ഉത്തരം കണ്ടെത്തിയെന്ന് മാത്രമല്ല, നിങ്ങൾ വളരെ നേരത്തെ ഉത്തരം കണ്ടെത്തി. സമ്മാനവും കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു 40 പോയിന്റുകൾ. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. നിങ്ങളാണ് മറഞ്ഞിരിക്കുന്ന വചനത്തെ തിരിച്ചറിയേണ്ടത്. നൽകപ്പെട്ടിരിക്കുന്ന ഡെസ്കിൽ നിങ്ങൾക്കായി ഒരു വചനത്തെ ഭാഗങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ വരും. സമയം ആരംഭിക്കുമ്പോൾ അതൊരു പൂർണ്ണതയുള്ള വചനമായി ക്രമീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കത് ഈ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യാം. ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാനുള്ള പരമാവധി സമയം 1.5 മിനിറ്റാണ്. 1.5 മിനിറ്റ് കൊണ്ട് നിങ്ങളത് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കും. ഇനി 1 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുക, നിങ്ങൾക്ക് 40 പോയിന്റ് തരും. നമുക്ക് ആരംഭിക്കാം. ടീം കൈറാടി, നിങ്ങൾക്കാണ് ആദ്യത്തെ അവസരം. വരാം. നമുക്ക് ആരംഭിക്കാം. 3, 2, 1 സ്റ്റാർട്ട്. ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുകയും. ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കും. ഇങ്ങനെയാണോ ഇത്? അതെയോ? ഉറപ്പാണോ? എങ്കിൽ ഉത്തരം ശരിയാണ്. ടീം കൈറാടി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകളല്ല 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. കല്ലേപ്പള്ളി റെഡിയാണോ? വരൂ.
റെഡിയാണ്? ആ കടലാസുകളുടെ പുറകിൽ നിന്ന് അകത്തുള്ള എന്താണെന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റില്ലെന്നാണ് ഞാനും വിചാരിക്കുന്നത്. സമയം ആരംഭിക്കുകയാണ്. 1, 2, 3 സ്റ്റാർട്ട്. പരിത്യജിച്ച് നമുക്ക് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. ആകയാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് നമുക്ക് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. കൃത്യമായിട്ടും അങ്ങനെയാണോ POC ട്രാൻസ്ലേഷൻ? ആണ്, ഉറപ്പാണ്. എന്നാൽ അങ്ങനെയല്ല. പക്ഷെ നിങ്ങളുടെ ഉത്തരം ഞാൻ തെറ്റാണെന്ന് ഒരിക്കലും പറയില്ല. ആ നമുക്ക് എന്നുള്ളത് ആകയാൽ നമുക്ക് എന്ന് ആരംഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ട്രാൻസ്ലേഷൻ്റെ പ്രശ്നമാണ്, അതിനകത്തൊരു കുഴപ്പമില്ല. നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന വചനം അർത്ഥപൂർണമാണ്. ഉത്തരം ശരിയാണ്. ടീം കല്ലേപ്പള്ളി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 + 10 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അഖിലി റെഡിയാണ്? വാ. തയ്യാറാണല്ലേ? തുടങ്ങാം. 1, 2, 3 സ്റ്റാർട്ട്. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ, ഓരോരുത്തരും പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ, ഓരോരുത്തരും പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുവിൻ. ശരിയാണോ? അത് ആണ്. നിങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ തൊട്ട് മുമ്പത്തെ ടീമിനുണ്ടായതുപോലെ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ അതൊരിക്കലും അതിൻ്റെ അർത്ഥത്തെ ബാധിക്കുന്നേയില്ല. നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ശരിയാണ്. വചനം ഇങ്ങനെയാണ്: നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുന്നത്. ടീം അഗളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പിന്നെ 10 കൂടി കൂട്ടിച്ചേർത്ത് 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഇത്തവണ എല്ലാ ടീമുകളും മത്സരത്തിൻ്റെ സ്വഭാവം കൂടി അറിഞ്ഞ് നന്നായി ഒരുങ്ങിയാണ് വന്നത്. സമയത്തിന് മുൻപേ നിങ്ങൾക്കത് ക്രമീകരിക്കാൻ കഴിയുന്നു. പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ ഈ മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്താണ് പോയിന്റ് നിലയെന്ന് നമുക്ക് പരിശോധിക്കാം. ഡോക്ടർ റോസ്ലിൻ, ഹിമ. ടീം കല്ലേപ്പള്ളി നേടിയിരിക്കുന്നു 190 പോയിന്റ്സ്. ടീം കയറാടി നേടിയിരിക്കുന്നു 260 പോയിന്റ്സ്. ടീം അഗളി നേടിയിരിക്കുന്നു 210 പോയിന്റ്സ്. ചോദ്യം നിങ്ങൾ വില കൊടുത്തു വാങ്ങുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 30, 40, 50 എന്നിങ്ങനെയാണ് പോയിന്റുകൾ നൽകേണ്ടി വരുന്നത്. ലഭിക്കാനിരിക്കുന്നത് ആനുപാതികമായി ഇരട്ടി പോയിന്റുകളാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കൊരു ചോദ്യം, നിങ്ങൾക്ക് കിട്ടിയ ചോദ്യം അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് കൈ ഉയർത്തി പറയാം, ഈ ചോദ്യം ഞങ്ങൾക്ക് വേണ്ട. ആ സമയത്ത് ഞാൻ ആ ചോദ്യം തിരിച്ചെടുക്കുകയും മുൻപിലിരിക്കുന്ന ബൗളിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ചോദ്യം ചൂസ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും. അതിന് ഉത്തരം പറഞ്ഞാലും നിങ്ങൾക്ക് സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഏത് ചോദ്യമാണോ തന്നത് അതിൻ്റെ അതേ പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ആരംഭിക്കാം. ആദ്യ അവസരം ടീം കല്ലേപ്പള്ളിയുടേതാണ്. കല്ലേപ്പള്ളി, എങ്ങനെയാണ്? ആദ്യത്തെ ചോദ്യം എടുക്കണോ? നിങ്ങൾ എടുക്കുകയാണ്. നിങ്ങളുടെ സ്ഥിതി എന്താണ്? ഏറ്റവും അവസാനത്തിലാണ് ഞങ്ങൾ.
അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ചോദ്യമൊന്നും എടുക്കാതിരിക്കുകയും ഉള്ള പോയിന്റുകൾ നിലനിർത്തുകയും ചെയ്യുകയും മറ്റേതെങ്കിലും ടീമുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരില്ലേ? ഞങ്ങൾ മറിയം പറഞ്ഞ പോലെ പറയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. അവിടുത്തെ ഇഷ്ടമാണ് അതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ദൈവത്തിൻ്റെ പദ്ധതി എന്താണെങ്കിൽ അതുപോലെ നടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ ചോദ്യം എടുക്കുന്നതാണോ വിവേകം? എടുക്കാൻ തന്നെയാണ് ഞങ്ങൾ എടുക്കാൻ തന്നെയാണ് തീരുമാനം. നല്ല ആശയമാണ്. കാരണം നിങ്ങൾക്ക് പോയിന്റ് കൂടുകയും, അല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെയല്ല, നിങ്ങൾക്ക് പോയിന്റ് കൂടുകയും അടുത്ത ടീമുകളുടെ അത് കുറയുകയും ചെയ്താലും നിങ്ങൾ ജയിക്കും. അതുകൊണ്ടല്ല, ഈ പോയിന്റ് ഞങ്ങളിവിടെ വന്നിട്ട് കിട്ടിയതാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടാലും അത് നേടിയാലും അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ദൈവത്തെ പ്രഘോഷിക്കുക എന്നതാണല്ലോ അതിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ്. ദൈവത്തിന് നിങ്ങളെല്ലാവരും ജയിക്കുന്നതിൽ ഒരു വിഷമവുമില്ല. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ടീം കല്ലേപ്പള്ളി, നിങ്ങൾക്കുള്ള ചോദ്യം 30 പോയിന്റ് ഏതാണ്? തരൂ. ചോദ്യം ഇതാണ്. വിശ്വാസത്തെക്കുറിച്ച് 5ാമത്തെ പാരഗ്രാഫിൽ സംസാരിക്കുന്നു. തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മൾ എന്ത് നൽകണമെന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മൾ എന്താണ് നൽകേണ്ടത് എന്നാണ് 5ാം പാരഗ്രാഫിൽ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വിധേയത്വം. വിശ്വാസത്തിൻ്റെ വിധേയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബുദ്ധിയുടെയും ഇച്ഛാശക്തിയുടെയും സമഗ്രമായ വിധേയത്വം. ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. ഉത്തരം ശരിയാണ് ടീം കല്ലേപ്പള്ളി. തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് നാം വിധേയപ്പെടണം, നമ്മുടെ വിധേയത്വം നൽകണം. ആ വിധേയത്വം നൽകലിനെയാണ് വിശ്വാസമെന്ന് വിളിക്കുന്നത്. വെളിപാടിനുള്ള പ്രത്യുത്തരമാണ്, റെസ്പോൺസ് ടു ദ റെവലേഷനാണ് ഫെയ്ത്ത്. അതൊരു ഒബീഡിയൻസാണ്, അതൊരു അനുസരണമാണ്. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അപ്പോൾ എങ്ങനെയാണ്, കുറച്ചുകൂടെ നിലയൊക്കെ മെച്ചപ്പെട്ടില്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകണോ? കിട്ടിയത് കളയണോ അതോ ഇനിയും കിട്ടാൻ നോക്കണോ? എങ്ങനെയാണ്? നഷ്ടപ്പെടാൻ ഞങ്ങൾക്കൊന്നുമില്ല. ദൈവം തന്നു, ദൈവം എടുത്തു, അത്രേ വിചാരിക്കുന്നുള്ളൂ. ദൈവം തന്നു, ദൈവം എടുത്തു. ജോബ് പറഞ്ഞതാണ്, ജോബിന്റെ വാക്കുകളാണ്. ജോബിന്റെ വാക്കുകളാണ്. അത് പിന്നീട് ഒരു പാട്ടായിട്ട് ഒരു പ്രസിദ്ധനായ ഒരു വ്യക്തി അത് പാടിയിട്ടുണ്ട്. ആരാണെന്നറിയാം? കൊച്ചുകുഞ്ഞ് ഉപദേശി എന്ന് കേട്ടിട്ടുണ്ടോ? ഒരാളുണ്ട്. ചോദ്യം നിങ്ങൾ എടുക്കുകയാണ്. തരൂ. 40 പോയിന്റ് ഇപ്പൊ കൈവിട്ടു പോയി. 30 പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞെന്താണ് കാര്യം? 40 പോയിന്റ് കൈവിട്ടു പോയി. പേടിയൊന്നുമില്ല? ഒരു പേടിയില്ല? ഒരു പേടിയില്ല. നമുക്ക് മാത്രമേ പേടിയില്ലാത്തുള്ളതോ മറ്റേ ആൾക്ക് പേടിയില്ല? ആർക്കും ഇല്ല. നിങ്ങൾക്കൊരു പേടിയില്ല. ചോദ്യം ഇതാണ്. ദൈവവർബം എന്ന ദൈവവചനത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്റ് ആരംഭിക്കുന്നത് ഒരു വിശുദ്ധ ഗ്രന്ഥ വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഏതാണ് അത്? ഏത് പുസ്തകം, ഏത് അധ്യായം, ഏത് വചനം? അങ്ങനെ പറയാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. പിതാവിനോട്. യോഹന്നാൻ 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ആ വാക്യം എങ്ങനെയാണെന്ന് അറിയാം? അറിയാം. പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവനാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നത്. അത് നിങ്ങൾ ഞങ്ങളുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത്. അത് ചോദ്യത്തിന്റെ ഭാഗമല്ല, എന്നാൽ നിങ്ങൾക്ക് ഒരു വചനം പറയാനുള്ള ഒരു അവസരം. ഉത്തരം ശരിയാണ് ടീം കല്ലേപ്പള്ളി. നിങ്ങൾക്ക് ലഭിക്കുന്നു 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. കല്ലേപ്പള്ളിക്ക് ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ വന്നു, പ്രത്യാശയൊക്കെ ആയിട്ടുണ്ട് അല്ലേ? മുമ്പൊരു പേടിയും ഇല്ല, വിഷമമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പൊ ടെൻഷൻ ആരംഭിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ല, പ്രത്യാശയിൽ സന്തോഷിക്കുമെന്നല്ലേ പറഞ്ഞത്. ഇനി തെറ്റിയാൽ കഥ മാറും അല്ലേ? തെറ്റാതിരുന്നാലും മറ്റൊന്നാകാം നിങ്ങളുടെ ഭാവി. ചോദ്യം എടുക്കണം? ചോദ്യം എടുക്കാം. എടുക്കണം. എടുക്കൂ. 50 പോയിന്റാണ് കൊടുത്തിരിക്കുന്നത്. 100 കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുമോ? ചോദ്യം ഇതാണ്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവം തന്നെ തന്നെ റിവീൽ ചെയ്യും. നമ്മളതിന് പ്രത്യുത്തരമായി വിശ്വസിക്കുന്നു. വിശ്വാസമാണ് ദൈവീയ വെളിപാടിൻ്റെ പ്രത്യുത്തരം. ആ വിശ്വാസം പ്രകടിപ്പിക്കുന്നതിന് എന്തിൻ്റെ മുൻകൂട്ടിയുള്ള പ്രചോദനവും പ്രവർത്തക സഹായവും വേണ്ടിയിരിക്കുന്നുവെന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനവും പ്രവർത്തനവും നമുക്ക് വേണം എന്ന് തന്നെയാണ്. അങ്ങനെയാണ്. നമ്മുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുന്ന. ഉറപ്പാണോ അത്? നിങ്ങൾക്ക് ഉറപ്പാണെങ്കിലും അതിൻ്റെ ഉത്തരം അത്ര കൃത്യമല്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായം എന്നല്ല
ഡോക്യുമെൻ്റ് പഠിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഉത്തരം മറ്റൊന്നാണ്. ഉത്തരം ദൈവകൃപയുടെ സഹായം വേണമെന്നാണ്. തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തീർച്ചയായും നമുക്ക് എല്ലാ ദൈവിക കാര്യങ്ങളിലും വേണം, അത് ശരിയാണ്. പക്ഷേ ഇത് ദൈവകൃപയാണ്. കൃപയെന്ന് പറയുന്നത് അർഹിക്കാത്ത സമ്മാനം, ദാനം കൊടുക്കുന്നതിനെയാണ് കൃപയെന്ന് പറയുന്നത്. അപ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ദൈവം തന്നെ സൗജന്യ ദാനമായത് ഗ്രഹിക്കാനുള്ള കൃപയും കൂടെ തരണം എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. പരിശുദ്ധാത്മാവെന്ന് ഉത്തരം പറഞ്ഞാൽ അത് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല മറ്റൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ. പക്ഷേ കൃത്യമായ ഡോക്യുമെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ, ദൈവർബിൻ്റെ കോണ്ടെക്സ്റ്റിൽ അത് തെറ്റാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്ന പോയിന്റ് ഞാൻ തന്നെ എടുക്കുകയാണ്. വിഷമമൊന്നും ഇല്ലല്ലോ? ഇല്ല 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 ഇല്ല. നല്ല വിഷമമുണ്ട്, എന്നാലും ഇല്ലെന്നാണ് പറയുന്നത്. അല്ല ഇല്ല, ഒരു വിഷമവും. എങ്കിൽ നമുക്ക് സന്തോഷത്തോടെ അടുത്ത ടീമിലേക്ക് പോകാം. അടുത്ത ടീം അഗളിയാണ്. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? പേടിയുണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്. ആശങ്കയുണ്ടോ? ഇപ്പം എന്താണ് നിങ്ങളുടെ സ്ഥിതി? ചിലപ്പോൾ കിട്ടാം അല്ലേ? കിട്ടാതിരിക്കാമോ? നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഉചിതമായി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വേണേൽ പോയിന്റ് കിട്ടാം അല്ലേ? ഇവിടെ ഒരു സാധ്യത കൂടി നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ആ കാര്യം കൂടി ഓർക്കാം. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം എടുക്കും. തരൂ. 30 പോയിന്റാണ്. നന്നായി ആലോചിച്ച് വേണം ഉത്തരം പറയാൻ. നന്നായി ആലോചിക്കണം. ചോദ്യം ഇതാണ്: മനുഷ്യന് തൻ്റെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സകലത്തിൻ്റെയും ആരംഭവും അവസാനവുമായ ദൈവത്തെ അറിയാൻ കഴിയും. എന്തിലൂടെ അറിയാൻ കഴിയുമെന്നാണ്. എന്തിൽ നോക്കി മനുഷ്യന് തൻ്റെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സകലത്തിൻ്റെയും ആരംഭവും അവസാനമായ ദൈവത്തെ അറിയാൻ കഴിയും? അറിയില്ല. സമയം കഴിഞ്ഞിരിക്കുകയാണ്. പോയിന്റ് ഇല്ലാതെ ഒരു ക്ലൂ ഒന്ന് നോക്കട്ടെ. ഒരു ക്ലൂ പോയിന്റ് ഇല്ലാതെ ഒന്ന് നോക്കട്ടെ. 6ാമത്തെ പാരഗ്രാഫിലാണ്. ദൈവർഭൂമിൻ്റെ 6ാമത്തെ പാരഗ്രാഫിലാണ്. ഉത്തരം ആർക്കെങ്കിലും പറയാമോ? സൃഷ്ടവസ്തുക്കളിലൂടെ എന്നതാണ് അതിൻ്റെ ഉത്തരം. സൃഷ്ടവസ്തുക്കളിലൂടെ, അതായത് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ഒരു മനുഷ്യന് ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു പാടുമില്ല. നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിക്കേ. ഈ പ്രപഞ്ചത്തിൻ്റെ വലിയ ജ്ഞാനത്തിൻ്റെ സംവിധാനത്തെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കി അല്ലേ? അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് ഓർത്ത് നോക്കി. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ചക്കുക്കുരു കുഴിച്ചു വയ്ക്കുകയെന്ന് വിചാരിക്കുക. അതൊരിക്കലും പ്ലാവായിട്ട് വളരാതിരിക്കില്ല അല്ലേ? അതൊരു മാവായിട്ട് വളർന്ന് അതിൽ വാഴക്കുലയൊന്നും ഉണ്ടാവില്ല. അതെന്തായി വളരണം, അതിലെന്തുണ്ടാകണമെന്ന നിയമം പോലും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത ആ ജ്ഞാനം, ദൈവിക ജ്ഞാനമുണ്ടെന്ന് തിരിച്ചറിയാൻ മനുഷ്യന് പറ്റും സൃഷ്ടവസ്തുക്കളെ നോക്കിയാൽ. അതായിരുന്നു അതിൻ്റെ ഉത്തരം. സാരമില്ല, 30 പോയിന്റേ പോയിട്ടുള്ളൂ, ഒന്നും പേടിക്കാനില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 80 പോയിന്റ് കിട്ടും. എടുക്കുന്നോ? നിങ്ങൾക്ക് ആ ചോദ്യം മാറ്റിയെടുത്തുകൂടായിരുന്നു വേണമെങ്കിൽ അല്ലേ? ഓർത്തില്ല. ചോദ്യം തരാൻ പോവുകയാണ് അല്ലേ? ടെൻഷൻ കുറഞ്ഞോ കൂടിയോ? കുഴപ്പമൊന്നുമില്ല. ശരി, ചോദ്യം ഇതാണ്: ഇനിയൊരു പരസ്യ വെളിപാട് പ്രതീക്ഷിക്കാനില്ല. എന്തിനു മുൻപ് ഇനിയൊരു പരസ്യ വെളിപാട് ഉണ്ടാവുകയില്ല എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്? എന്തിനു മുൻപ് ഇനിയൊരു പരസ്യ വെളിപാട് ഉണ്ടാവുകയില്ല? രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ്. ഉത്തരം ശരിയാണ്. മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിന് മുൻപ് ഇനിയൊരു വെളിപാടിന് നോക്കിയിരിക്കേണ്ട. ഈശോ വന്ന് സകലതും വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഒരു പ്രവാചകനും വരേണ്ടതില്ല. ഈശോയ്ക്ക് ശേഷം ഇനി ഒരു പ്രവാചകനുമില്ല. ഇനി ആരും ദൈവത്തെക്കുറിച്ച് കൂടുതലായി പഠിപ്പിക്കാനില്ല. പൂർത്തിയായി ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ. ഇനി രണ്ടാമത്തെ മിശിഹായുടെ ആഗമനം വരെ മാത്രമാണ് ഇനി കാത്തിരിക്കാനുള്ളത്. ഉത്തരം ശരിയാണ്.
ടീം അഗളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. ഈ ചോദ്യം എടുക്കാതിരുന്നാലേ വലിയ നഷ്ടമായനല്ലേ അല്ലേ? അടുത്ത ചോദ്യം എടുക്കുന്നോ? അഗളിക്കാർ പറഞ്ഞു ഇനി എന്ത് നോക്കാനാണ്, ധൈര്യമായിട്ട് എടുക്കുന്ന പറയും. നിങ്ങൾ എടുക്കാമെന്നുള്ള നിങ്ങളുടെ തീരുമാനം ഈ ചോദ്യം കാണുമ്പോൾ വളരെ ഉചിതമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം എളുപ്പമുള്ളൊരു ചോദ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്: വെളിപാടിൻ്റെ പൂർണ്ണത എന്താണ്? മിശിഹായാണ്. ഈശോ മിശിഹായാണ് വെളിപാടിൻ്റെ പൂർണ്ണത. ടീം അഗളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 100 പോയിന്റ് കിട്ടിയപ്പോൾ നിങ്ങളുടെ സ്ഥിതി സേഫായോ? അറിഞ്ഞുകൂടാ? അറിയില്ല. നമുക്ക് അവസാനം നോക്കാം അല്ലേ? ഇനി ഒരു ടീമും കൂടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കൂടെ ആശ്രയിച്ചിരിക്കും. അവർ തെറ്റുവരുത്തുമോ, അവർ ചോദ്യം എടുക്കാതിരിക്കുമോ, എടുത്ത് പോയിന്റ് നേടുമോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് പോകാം അടുത്ത ടീമിലേക്ക്. ടീം കൈറാടി, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചോദ്യം എടുക്കാം. ചോദ്യം എടുക്കാന്നാണ് തോന്നുന്നത്. അതൊരു നല്ല തീരുമാനമാണോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ അതാണ് തീരുമാനം നല്ലത്. അതാണ് നല്ലത്. നിങ്ങളുടെ സ്ഥിതി ഇപ്പം എന്താണ്? ഞങ്ങളിപ്പോൾ 2ാം സ്ഥാനത്ത്. നിങ്ങളിപ്പോൾ 2ാം സ്ഥാനത്തേക്ക് പോയോ? നിങ്ങൾ 1ാം സ്ഥാനത്തായിരുന്നു അല്ലേ? 2ാം സ്ഥാനത്തേക്ക് പോയി. ഞാനപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ 2ാം സ്ഥാനത്ത് നിൽക്കേ ഇത് എടുത്തിട്ട് എങ്ങാനും പോയാലോ? പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അച്ഛൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ? എങ്ങാനും പോയാലോ? പോവുകയാണെങ്കിൽ പോകട്ടെ. അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, നമ്മൾ എടുക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഭയങ്കര ദുഃഖമാവും അല്ലേ? ചോദ്യം എന്താണെന്ന് ഈ കാർഡ് മാറ്റുമ്പോൾ നമുക്കറിയാം. എടുക്കുന്നു. 30 പോയിന്റുകൾ കൊടുത്ത് വല്ലാത്തൊരു റിസ്ക്കാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അല്ലേ? നല്ല ടെൻഷൻ ഉണ്ടാവും, നല്ല പേടിയുണ്ടാവും. നിങ്ങളല്ലേ പേടിക്കുമ്പോൾ ചിരിക്കുന്ന ആൾക്കാർ ആണ്, പേടിച്ച് ചിരിക്കുക എന്നൊക്കെ പറയാ. ചോദ്യം ഇതാണ്: പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വിശ്വാസം നമ്മിൽ നിരന്തരം വളർത്തുന്നത്? പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വിശ്വാസം നമ്മിൽ നിരന്തരം വളർത്തുന്നത്? ആവിഷ്കാരം വഴി. ആവിഷ്കാരം വഴി. എന്തിൻ്റെ ആവിഷ്കാരം എന്നാണ് ഉദ്ദേശിച്ചത്? അതെ, ഈശോയുടെ ആവിഷ്കാരം. ഒരല്പം ആലോചനക്കുറവ് സംഭവിച്ചു. ഉത്തരം തെറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്ന് അല്ലേ? പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങളാലല്ലേ വിശ്വാസം നമ്മിൽ വളർത്തുന്നത്? അല്പം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. നല്ല എളുപ്പമുള്ള ചോദ്യമായിരുന്നു അത്. ശരിയല്ലേ? സാരമാക്കണ്ട. 30 പോയിന്റ് അച്ഛനെടുത്തത് വിഷമിക്കേണ്ട. പാവ അച്ഛനല്ലേ? 30 പോയിന്റ്. എങ്ങനെയാണ് അടുത്തത്? മേടിക്കുകയാണ്. തരൂ. ചോദ്യം നിങ്ങൾ ധൈര്യമായി എടുക്കാമെന്ന് പറഞ്ഞത് ഒരുപക്ഷെ ആവശ്യമെങ്കിൽ മാറ്റിയെടുക്കാനുള്ള സാധ്യത കൂടെ മുന്നിൽ കണ്ടിട്ടായിരിക്കാം അല്ലേ? ഇത് എത്ര പോയിന്റിൻ്റെ ചോദ്യമാണ്? 40. 80 കിട്ടും. ചോദ്യം ഇതാണ്: ദൈവം തന്നെ മനുഷ്യവംശത്തിന് വെളിപ്പെടുത്താൻ തിരുമനസ്സായി. മനുഷ്യ മനസ്സിൻ്റെ അറിവിനെ സർവ്വഥാ അതിലംഘിക്കുന്ന എന്ത് പങ്കിടാൻ വേണ്ടിയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയത്? ദൈവിക നന്മകൾ. ടീം കൈറാടി, അഭിനന്ദനങ്ങൾ. 80 പോയിന്റുകൾ. ടീം കൈറാടി, അടുത്ത ചോദ്യം എടുക്കണോ? ആലോചിക്കണം അല്ലേ? ശരി, നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? എന്താണ് പറഞ്ഞത്? നിങ്ങളിപ്പോൾ തുല്യരാണെന്നാണ് പറഞ്ഞത് അല്ലേ? എടുക്കാമെന്നാണ് പറയുന്നത് ആണോ? എടുത്താൽ 100 പോയിന്റ് കിട്ടും. എങ്ങാനും പോയാൽ ഇപ്പോൾ ഒപ്പത്തിന് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് താഴത്തേക്ക് പോകും അല്ലേ? അപ്പോൾ ഈ ചോദ്യമാണ് നിങ്ങളുടെ ഭാഗതയെ നിർണ്ണയിക്കാൻ പോകുന്നത്. ഒന്നുകിൽ ഈ ചോദ്യം എടുത്ത് നിങ്ങൾ വേറൊരാളെ ജയിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ജയിപ്പിക്കുമായിരിക്കും. അങ്ങനെയാണല്ലേ? ധൈര്യമായിട്ട് എടുക്കുന്നതാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിർണായക ഘട്ടങ്ങളിൽ കൃത്യമായ ആലോചന, വ്യക്തതയുള്ള ചിന്ത, കൃത്യതയുള്ള തീരുമാനം. ചോദ്യം എടുക്കുകയാണ്. ശരി.
ചോദ്യം ഇതാണ്: സർവവസ്തുക്കളുടെയും ആദിയും അന്തവുമായ ദൈവത്തെ മനുഷ്യൻ എന്തിൻ്റെ വെളിച്ചത്താൽ സൃഷ്ടവസ്തുക്കൾ വഴി അറിയാൻ കഴിയുമെന്നാണ് കൗൺസിൽ പഠിപ്പിക്കുന്നത്? മനുഷ്യന് സർവ വസ്തുക്കളുടെയും ആദിയും അന്തവുമായ ദൈവത്തെ മനുഷ്യനെ എന്തിൻ്റെ വെളിച്ചത്താൽ സൃഷ്ടവസ്തുക്കൾ വഴി അറിയാൻ കഴിയുമെന്നാണ് കൗൺസിൽ പഠിപ്പിക്കുന്നത്? അവിടുത്തെ ആവിഷ്കാരം വഴി. അവിടുത്തെ ആവിഷ്കാരം വഴി എന്നാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. നിങ്ങളുടെ മുൻപിൽ 2 സാധ്യതകൾ നിലനിന്നിരുന്നു. ഒന്നാമത്തേത് പരസ്പരം ആലോചിക്കുക എന്നുള്ളതായി. രണ്ടാമത്തേത് ഉറപ്പില്ലെങ്കിൽ ചോദ്യം മാറ്റിയെടുക്കുക എന്നുള്ളതായി. ഇത് രണ്ടും നിങ്ങൾ നഷ്ടപ്പെടുത്തി. അതിന് കനത്ത വിലയാണ് നിങ്ങൾ കൊടുക്കേണ്ടി വന്നത്. ഉത്തരം തെറ്റാണ്. എന്താണ് അതിൻ്റെ ഉത്തരം? സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ച്, മനുഷ്യൻ്റെ സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ച് എന്നാണ് അതിൻ്റെ ഉത്തരം. മനുഷ്യന് തൻ്റെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചത്തിൽ സൃഷ്ടവസ്തുക്കൾ വഴി ഈ ദൈവത്തെ അറിയാൻ പറ്റുമെന്നതായിരുന്നു അതിൻ്റെ ഉത്തരം. സാറ് വിഷമിക്കാനൊന്നുമില്ല. ചില സമയത്ത് നമുക്ക് ഉത്തരം കൃത്യമായിട്ടറിയാമെങ്കിലും നമുക്ക് വല്ലാത്ത സ്ട്രെസ്സ് വന്നാൽ, സമ്മർദ്ദം വന്നാൽ നമുക്ക് ചിലപ്പോൾ ഉത്തരം ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് നന്നായി ഉത്തരം അറിയാമെന്ന് എനിക്കറിയാം. നിങ്ങളെക്കാൾ കുറച്ചുകൂടെ ശാന്തമായിട്ട് അവരിരുന്നത് കൊണ്ട് അവരാ ഉത്തരം പറയുകയും ചെയ്തു. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സങ്കടം വരുന്നുണ്ടല്ലേ? സാരമില്ല. നന്നായിട്ട് നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്ന പോയിന്റ് ക്വിസ് മാസ്റ്റർ എടുക്കുന്നു എന്ന് മാത്രമേ. ആവേശഭരിതമായ ഈ മത്സരം ഇവിടെ അവസാനിക്കുമ്പോൾ ആരാണ് അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം കാണാൻ പോവുകയാണ്. നമുക്ക് പോകാം സ്കോർ ബോർഡിൽ. ആവേശഭരിതമായ ഈ മത്സരം ഇവിടെ പൂർത്തിയാകുമ്പോൾ 3-ാം സ്ഥാനത്ത് 210 പോയിന്റുമായി ടീം കല്ലേപ്പള്ളി. 2-ാം സ്ഥാനത്ത് 220 പോയിന്റുമായി ടീം കയറാടി. 1-ാം സ്ഥാനത്ത് 270 പോയിന്റുമായി അട്ടപ്പാടിയുടെ മലനിരകളിൽ നിന്നും ടീം അഗളി. ഈ മത്സരം ഇവിടെ സമാപിക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ടീം അഗളിയാണ്. അഭിനന്ദനങ്ങൾ. ടീം കയറാടിയും ടീം കല്ലേപ്പള്ളിയും നന്നായിട്ട് മത്സരിച്ചു. വളരെ നാടകീയമായിട്ടാണ് പോയിന്റുകൾ മാറിമറിഞ്ഞത്. ആദ്യം കുറച്ച് പുറകിലായിരുന്നു അഗളി, അല്ലേ? അവിടെ നിന്നാണ് അവർ വളരെ പെട്ടെന്ന് 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയത്. അപ്രതീക്ഷിതമായ നിമിഷങ്ങളായിരുന്നു. ഒരു മത്സരത്തെ സംബന്ധിച്ച് വളരെ ആനന്ദകരമായ രസകരമായ നിമിഷങ്ങളായിരുന്നു. സ്നേഹത്തോടെയാണ് ഞങ്ങൾ നിങ്ങളെ യാത്രയാക്കുന്നത്. നിങ്ങൾക്ക് ചെറിയൊരു സമ്മാനവും തന്ന് നിങ്ങളെ യാത്രയാക്കുകയാണ്. നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടി പാലക്കാട് രൂപത മാതൃവേദിയുടെ ഡയറക്ടർ പെരിയ ബഹുമാനപ്പെട്ട ബിജു കല്ലിങ്കലച്ഛനും അച്ഛനെ സഹായിക്കുന്ന ആനിമേറ്റർ സിസ്റ്റർ ലിൻഡയും ഇവിടെയുണ്ട്. സ്നേഹപൂർവ്വം അവരെ സ്വാഗതം ചെയ്യാം. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാം കണ്ടുമുട്ടും പുതിയ ചോദ്യങ്ങളും പുതിയ ടീമുകളുമായി. അതുവരെ കർത്താവായ ഈശോയുടെ അനുഗ്രഹത്തിന്റെ തണലിലായിരിക്കുക, തിരുസഭയോട് ചേർന്നിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.